60 വർഷം നീണ്ട കായിക തപസ്യയ്ക്ക് ശേഷം പരിശീലക കുപ്പായം അഴിക്കുകയാണ് KP തോമസ് എന്ന തോമസ് മാഷ. ഇക്കാലയളവിൽ ദ്രോണാചാര്യ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മാഷിനെ തേടിയെത്തി. ഒളിമ്പ്യന്മാരടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ശിഷ്യഗണങ്ങളാണ് ദ്രോണാചാര്യ തോമസ് മാഷിന്റെ സമ്പത്ത്. കൊമ്പൻ മീശ ഇരുവശത്തേക്കും കൈകൊണ്ടൊതുക്കി ബനിയനും ട്രാക്ക് സ്യൂട്ടും മാത്രം ധരിച്ച് സാധാ കായിക വിദ്യാർത്ഥികൾക്കൊപ്പം കളം നിറഞ്ഞു നിന്ന ദ്രോണാചാര്യ തോമസ് മാഷ് ഇനി വിശ്രമ ജീവിതത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഒളിമ്പ്യൻ ഷൈനി വിൽസൺ, അഞ്ജു ബോബി, ജിൻസി ഫിലിപ്പ്, അപർണ നായർ, മോളി ചാക്കോ, CA മുരളീധരൻ, ജോസഫ് G. എബ്രഹാം തുടങ്ങിയ നൂറുകണക്കിന് താരങ്ങളെ ട്രാക്കിനും ഫീൽഡിനും സമ്മാനിച്ച തോമസ് മാഷ് തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടെയാണ് കുപ്പായമടിക്കുന്നത്. വയസ്സ് 82 കഴിഞ്ഞു. അത് തന്നെയല്ല, സാമ്പത്തികമായിട്ട് ഒത്തിരി കടത്തി കയറി. ഇപ്പം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ബസ് വല്ല നിൽക്കേണ്ടി വരും. ബസ് ഉണ്ടായിരുന്നിട്ടും വിറ്റു. ഇനിയും കുറെ ഇതുണ്ട്, അതൊക്കെ കണ്ട് മാത്രമാണ്. പിന്നെ വയസ്സ് എത്ര ആയാലേ. അതെ, ഇല്ലായ്മകളിലും പോരായ്മകളിലും കടന്നുവന്ന കായിക വിദ്യാർത്ഥികളെ താരങ്ങളാക്കി വാർത്തെടുത്തപ്പോൾ മാഷിന്റെ ബനിയൻ പോക്കറ്റും പലപ്പോഴും കാലിയായിട്ടുണ്ട്. എങ്കിലും തോമസ് മാഷിന് പരിഭവങ്ങളില്ല. തൊടുപുഴ വഴിത്തല സ്വദേശിയാണ് കുരിശിങ്കൽ ഫിലിപ്പ് തോമസ് എന്ന KP തോമസ്. 16 വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ല 1ാം സ്ഥാനവും മികച്ച സ്കൂളായി കോരുത്തോടും കിരീടം കരസ്ഥമാക്കിയതിനു പിന്നിൽ മാഷിന്റെ ചിട്ടയാർന്ന പരിശീലന മികവായിരുന്നു. പിന്നീട് വിദ്യാഭ്യാസ ജില്ല മാറ്റിയപ്പോൾ 5 വർഷം കോട്ടയം ജില്ലയ്ക്ക് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്തു. 16 വർഷത്തെ സൈനിക സേവനത്തിനു ശേഷം നാട്ടിലെത്തിയ തോമസ് മാഷ് കായിക പരിശീലന ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. കോരുത്തോട് CKMHSലായിരുന്നു അധ്യാപകനായി നിയമനം. സ്കൂളിന് 16 വർഷം കിരീടം വാങ്ങി നൽകി. 2005-ൽ ഏന്തയാർ JJ മർഫി സ്കൂളിലേക്ക് പരിശീലനം മാറ്റിയ തോമസ് മാഷ് ഇവിടെ നിന്ന് നിരവധി കുട്ടികളെ സംസ്ഥാന തലത്തിലും ചാമ്പ്യന്മാരാക്കി. സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷമാണ് തൊടുപുഴ വണ്ണപ്പുറം SNM HSSൽ പരിശീലകരായി എത്തുന്നത്. ഇവിടെ സ്പോർട്സ് അക്കാദമി രൂപീകരിച്ചു. നിലവിൽ പൂഞ്ഞാർ SMB ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിശീലകനായിരുന്നു. ഇന്ത്യയിലെ കായിക രംഗത്തെ പരമോന്നത ബഹുമതികളിലൊന്നായ ദ്രോണാചാര്യ ആദ്യമായി ഒരു കായിക പരിശീലകന് ലഭിക്കുന്നത് തോമസ് മാഷിലൂടെയാണ്. ഇത്ര ഇന്ത്യയിലെ അവാർഡ് കിട്ടാത്ത എല്ലാ അവാർഡും എന്നെ കുട്ടികളിൽ ജയിച്ചു. ഞാനും ഇന്ത്യയിലെ എല്ലാ അവാർഡും ഞാനും മേടിച്ചു. ശിഷ്യഗണങ്ങൾക്കൊപ്പം നേട്ടങ്ങളുടെ കൊടുമുടി താണ്ടുമ്പോഴും കായിക രംഗത്തിനോടുള്ള അവഗണന മാഷിനെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നു. ഇവിടെ നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരാണ്. 8, 10, 12 പിള്ളേരാണ് ഈ രംഗത്തേക്ക് കൊണ്ടുവരേണ്ടത്. അത് അവർ നിർത്തി. അന്ന് ഞാൻ പറഞ്ഞു, ഈ മോളിൽ നിന്നൊക്കെ എല്ലാം സമ്മതിക്കും. ചെല്ലുമ്പോൾ മന്ത്രിമാരെല്ലാം സമ്മതിക്കും, ശരി ശരി എന്ന് പറയും. പക്ഷെ ഇടയ്ക്ക് കഴിക്കുമ്പം കേൾക്കില്ല. അവനെ അതാണ് പ്രശ്നം. പിതാവിനെ ഇനി ഒപ്പം വേണമെന്ന ആഗ്രഹത്തിലാണ് കായിക അധ്യാപകർ കൂടിയായ മക്കൾ. ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണ മെഡൽ മലയാളി ചുംബിക്കുന്ന സുവർണ നിമിഷത്തെ സ്വപ്നം കാണുകയാണ് തോമസ് മാഷ്. ന്യൂസ് മലയാളം, ഇടുക്കി.